ഇന്നത്തെ റെസിപ്പി ചിക്കൻ റോസ്റ്റ് ആണ്. ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിന്റെ കൂടെയെല്ലാം കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് ആണിത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഒരരപ്പ് തയ്യാറാക്കിയിട്ട് അതിലാണ് നമ്മൾ ഈ ഒരു ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കുന്നത്. നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഈ ഒരു ചിക്കൻ റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 800 ഗ്രാം ചിക്കൻ കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 7 കാശ്മീരി മുളക് ചൂടുവെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കണം. ഈ ഒരു കാശ്മീരി മുളകിന് പകരം വറ്റൽമുളക് വേണമെങ്കിൽ ചേർക്കാം. വറ്റൽമുളകാകുന്ന സമയത്ത് 5 എണ്ണം എടുത്താൽ മതി, അല്ലെങ്കിൽ എരിവ് കൂടുതലായിരിക്കും. ഞാനിവിടെ 6 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുതിർത്ത് വെച്ച വറ്റൽമുളക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എടുത്ത് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പം ഞാനിവിടെ മുളകും അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും വിനാഗിരിയും കൂടി നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ പേസ്റ്റാക്കി എടുക്കാം. അടുത്തതായി ഒരു പാൻ വെച്ച് പാൻ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ സവാള നമുക്ക് ഈ ഒരു എണ്ണയിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം ഞാനിവിടെ സവാള നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ ചിക്കൻ മസാല, ഇത്രയാണ് ചേർക്കുന്നത്. ഈ ഒരു ചിക്കൻ മസാലയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഗരം മസാല ആണെങ്കിൽ 1 ടീസ്പൂൺ ഗരം മസാല ചേർത്താൽ മതി. ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ചിക്കൻ മസാല തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകും. ഇത്രയും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. മസാലപ്പൊടിയെല്ലാം ഈ ഒരു സവാളയിൽ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ചേർത്തതിന് ശേഷം നമ്മുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ അരപ്പ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് അരച്ചെടുത്ത ജാറിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതിനെ നന്നായിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ചിക്കൻ നന്നായിട്ട് വെന്ത് ഗ്രേവിയെല്ലാം വറ്റി എണ്ണ മുകളിലേക്ക് തെളിഞ്ഞു വരുന്നത് വരെ നമ്മൾ ഇതിനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട്, അതുപോലെ നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കുന്നത് കസൂരി മെത്തിയാണ്. അപ്പം ഞാൻ ഇവിടെ കുറച്ച് കസൂരി മെത്തി എടുത്തിട്ടുണ്ട്. ഇത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എരിവ് നോക്കിയിട്ട് വേണം നിങ്ങൾ കുരുമുളക് പൊടി ചേർക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം.